Praise the Lord. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കുന്നത് എന്തിനാ? കർത്താവിനെ അറിയാനാണ്. എന്തിനാണ് അറിയണത്? അറിഞ്ഞ് അർത്ഥവത്തായി ആരാധിക്കാനും അർത്ഥവത്തായി ജീവിതത്തിൽ ഈശോയെ അനുഭവിക്കുവാനും വേണ്ടിയാണ് നമ്മൾ അറിയണത്. അപ്പോൾ ഒരു പ്രസംഗം മോഡൽ നിങ്ങൾ എടുക്കരുത്. നിങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഒരു പടി കൂടി മുന്നേറാൻ ആവശ്യമായ ദൈവിക ജ്ഞാനം കർത്താവിൻ്റെ അൾത്താരയിൽ നിന്ന് പങ്കിട്ട് ലഭിക്കേണ്ടത് നമ്മുടെ ഒരു ആധ്യാത്മികമായ അവകാശമാണ്. അത് നമ്മൾ ദൈവത്തോടാണ് ചോദിക്കണം, അല്ലേ? ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത് കർത്താവിൻ്റെ ജസ്റ്റ് ഒരു ഇൻസ്ട്രുമെൻ്റ് പോലെയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചിന്തിച്ച് ആലോചിച്ച് ഒന്നും പ്രസംഗം ഒരിക്കലും ചെയ്യത്തില്ല, ഒരുങ്ങത്തുമില്ല. ഇരുന്ന് പ്രാർത്ഥിക്കും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പല ക്രൈസ്തവരും ഈ കാലങ്ങളിൽ കുറേ സങ്കടത്തിലാണ്. അവർക്ക് പണ്ട് ഉടമ്പടി എടുക്കാമായിരുന്നു. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഉടമ്പടി എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്യും അച്ഛാന്ന് ചോദിക്കും. കാരണം അവരുടെ ജീവിതം വളരെയേറെ ക്ലേശഭൂയിഷ്ഠമാണ്. ദൈവത്തിൻ്റെ ഒരു ഇടപെടലില്ലാതെ അവർക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അച്ഛന് പറയാനുള്ള, നിങ്ങൾ പ്രേക്ഷിത വേല ചെയ്താലും മതി. പ്രേക്ഷിത വേല ചെയ്യാമല്ലോ. ഇപ്പോൾ മീനാംബിക അങ്ങനെ സാക്ഷ്യം കേട്ടില്ലേ നിങ്ങൾ? അങ്ങനെ സാക്ഷ്യം കേട്ടില്ല. അവരെന്നാ ചെയ്ത്? അവരുടെ മകൻ്റെ ജീവിതം ഇങ്ങനെ കുമ്പടഞ്ഞു പോയപ്പോൾ അവരെന്നാ പറഞ്ഞത്? ഞാൻ ഇരട്ടി പ്രേക്ഷിത വേല ചെയ്തെന്നാണ് പറഞ്ഞത്. ഇരട്ടി പ്രേക്ഷിത വേല. നമുക്ക് 2 കാര്യങ്ങളാണ് നമ്മൾ ഉടമ്പടിയിൽ 6 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന് വചനം കേൾക്കുന്നു, അല്ലേ? പിന്നെ വചനം വായിക്കുന്നു, ഉപവസിക്കുന്നു, പിന്നെ പ്രാർത്ഥിക്കുന്നു. കൂടാതെ നമ്മൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നു, പിന്നെ പ്രേക്ഷിത പ്രവർത്തികൾ ചെയ്യുന്നു. ഇപ്പോൾ ഈ കാരുണ്യ പ്രവൃത്തിയും പ്രേക്ഷിത പ്രവൃത്തിയും നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രേക്ഷിത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുന്നു, അറിഞ്ഞവരെ ആഴപ്പെടുത്തുന്നു. അതിനെന്നാ നിങ്ങൾക്ക് വേണ്ടത്? ദൈവസ്നേഹം വേണം, അല്ലെങ്കിൽ സാങ്കേതികമായി പോകും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു ഗർഭവതി ശിശു, ചില ആൾക്കാർ പറഞ്ഞില്ല, അച്ഛാ ഫ്ലൂയിഡ് ഇല്ല എന്ന് പറയും. അതായത് ഗർഭപാത്രത്തിൽ കുഞ്ഞിന് മുങ്ങിക്കിടക്കാനുള്ള മിശ്രിതം ഇല്ലെന്നതിൻ്റെ അർത്ഥം. അപ്പോൾ കൊച്ചിന് അപകടങ്ങൾ വരും. അതുപോലെയാണ് പ്രേക്ഷിത പ്രവർത്തനത്തിന് ഫ്ലൂയിഡ് ഇല്ലാതെ വരുമ്പോൾ സംഭവിക്കുന്നത്. പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഫ്ലൂയിഡ് എന്താ? ദൈവസ്നേഹമാണ്. ദൈവസ്നേഹത്തോടു കൂടി നമുക്ക് പ്രവർത്തിക്കാം. ദൈവസ്നേഹം ഇല്ലാതെ ഉടമ്പടി എടുത്തതല്ലേ, ഇത് കൊടുത്ത് അവസാനിപ്പിക്കണമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കാട്ടിക്കൂട്ടി ഒപ്പിച്ച് ഉണ്ടാക്കാൻ പറ്റും. അതാണ് പല ആൾക്കാർക്കും പറ്റിയിരിക്കുന്നത്. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, ദൈവസ്നേഹത്തോടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ. അപ്പം നിങ്ങൾ തീവ്രമായി ഉള്ളിൽ ആഗ്രഹിക്കണം. എന്താഗ്രഹിക്കണം? ഞാനീ കൊടുക്കുന്ന ഒരു പത്രം അല്ലെങ്കിൽ എൻ്റെ ഒരു ശുശ്രൂഷ കാരണം കർത്താവിനെ മറ്റു മനുഷ്യർ അറിയണം. അറിഞ്ഞാൽ മാത്രം പോരാ, അറിഞ്ഞേ മതിയാവൂ എന്നും പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ അടുത്ത് എന്നിട്ട് ഈ ഉപവാസം എടുക്കത്തില്ലേ? ഉപവാസം എടുക്കുമ്പോൾ നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തവരെ ഓർക്കണം. കർത്താവ്, ഞാൻ ഉപവസിക്കുന്നു, പക്ഷേ ഞാൻ ഇന്ന സ്ഥലങ്ങളിൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. അതൊക്കെ എല്ലാം ഫലമുണ്ടാകാൻ ഞാൻ ഉപവാസം കാഴ്ചവെക്കുന്നു എന്ന് പറയണം. ഒന്ന് പറഞ്ഞ്, അമ്മേ, ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ ലോകം ഈശോയെ അറിയാൻ എൻ്റെ ഉപവാസത്തെ ഉടമ്പടി പ്രകാരം ദൈവസ്നേഹത്തോടെ കാഴ്ചവെക്കുന്നു. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന്
നമ്മൾ ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തതില്ലേ, പ്രേക്ഷിത പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികളും എല്ലാം ഈ നിത്യരക്ഷയുമായിട്ട് ഇൻ്റർ കണക്റ്റഡ് ആണ്. ചെയ്യുമ്പോൾ ഓർക്കണം കേട്ടോ. ഇപ്പം നമ്മൾ രോഗിയെ കുളിപ്പിക്കുന്നു, രോഗിയെ ആശുപത്രി പോയി കാണുന്നു, അല്ലേ? ആശുപത്രി അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ? ഉടമ്പടിയിലെ മെയിൻ പ്രധാനപ്പെട്ട അവൻ പറയണത് പോലെ ചെയ്യാൻ പറഞ്ഞ പ്രകാരമാണ് നമ്മൾ മരിയൻ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അവൻ പറഞ്ഞതാണ്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അതിൻ്റെ പേരിലാണ് നമ്മൾ ആശുപത്രിയിൽ പോയി രോഗികളെ കാണുന്നതും നമ്മുടെ നാട്ടിലും വീട്ടിലും അയൽവാസികളും എല്ലാം രോഗികളായി കിടക്കുന്നവരെ പറ്റുമെങ്കിൽ സാമ്പത്തികമായിട്ട് വരെ സഹായിക്കുകയും ചെയ്യുന്നത് എന്താ പേരിലാണ്? ഉടമ്പടി പ്രകാരമാണ്. ഉടമ്പടി നിങ്ങളെ വിശുദ്ധീകരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യും. പക്ഷേ നമ്മുടെ ഈ സൽപ്രവൃത്തികൾക്കെല്ലാം ഇപ്പം നിങ്ങൾ IELTS പാസ്സാകാൻ വേണ്ടി ഇപ്പം തന്നെ സാക്ഷ്യങ്ങൾ കണ്ടില്ലേ? ഇന്നത്തെ സാക്ഷ്യങ്ങളെ ശ്രദ്ധിച്ചില്ലേ? 14 വർഷമായിട്ട് മക്കളില്ല അവർക്ക്, അല്ലേ? കർത്താവ് കൊടുത്തപ്പോൾ 2 മക്കളെ കൊടുത്തു. ഉടമ്പടി ഇത്ര വർഷങ്ങളായിട്ട് ഒരു 3 വർഷമായിട്ട് ഒരു മരുന്ന് കഴിക്കാണ്ടിരിക്കുക. ആകപ്പാടെ ചെയ്ത മരുന്ന് എന്താണ്? ഉടമ്പടി മാത്രമാണ്. ഇത് നവംബർ മാസത്തിൽ 2ാമത്തെ സാക്ഷ്യമാണെന്ന് ഓർക്കണം. നവംബർ ആദ്യ വാരത്തിൽ എന്താ സാക്ഷ്യം? 20 വർഷമായിട്ട് മക്കളില്ല, ഉടമ്പടി ചെയ്തപ്പോൾ ഇതുപോലെ 2 മക്കളെ കൊടുത്ത് കൈയടിച്ച് കർത്താണ് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഉടമ്പടി പ്രകാരം ഇപ്പോൾ കുഞ്ഞുങ്ങളെ കിട്ടുന്നു, അല്ലേ? ജോലി കിട്ടുന്നു. പക്ഷേ എൻ്റെ മക്കളെ ഓർക്കണം, ഉടമ്പടി എന്ന് പറയണത് ഇങ്ങനെ ജോലി വാങ്ങിക്കാൻ, വസ്തു വിൽക്കാൻ, കല്യാണം കഴിക്കാൻ, കുഞ്ഞുങ്ങൾ ജനിക്കാൻ, ഭൗതികമായ കാര്യങ്ങൾക്ക് മാത്രമാണ് ഉടമ്പടി എന്ന് ധരിക്കരുത്. കാര്യം ഉടമ്പടി ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ, ഉടമ്പടി ചെയ്യുന്ന ആത്മരക്ഷാ പ്രവർത്തനങ്ങൾ, അതായത് നമ്മളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഇതെല്ലാം നിത്യരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിത്യരക്ഷ എന്ന് പറയുന്നത് എന്താണ്? യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത പാപത്തിന് പരിഹാരമാണെങ്കിൽ അവൻ നമ്മുടെ വില കൊടുത്ത് അവൻ നമ്മളെ വീണ്ടെടുത്തെങ്കിൽ അവൻ്റെ കൂടെ മരിക്കുന്നവർ അവൻ്റെ കൂടെ ഉയർത്തെഴുന്നേൽക്കുന്നത് പോലെ തന്നെ നമ്മൾക്ക് യേശുക്രിസ്തു വിശ്വസിക്കുമ്പോൾ നിത്യജീവനാണ് ലഭിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മൾ മരിക്കത്തില്ലെന്നർത്ഥം. ഈ നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഒരു വക്കീൽ കർത്താവിനോട് ചോദിച്ചു. ഇല്ലേ, ബൈബിളിൽ അങ്ങനെ ഒരു ഭാഗമുണ്ട്, അല്ലേ? നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 26-ാമത്തെ തിരുവചനമാണ്. അപ്പോൾ ഈശോ എന്നാ പറഞ്ഞത്? നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ അതെങ്ങനെ വായിക്കുന്നു? അപ്പോൾ അയാൾ എന്നാ പറഞ്ഞത്? അയാൾ പറഞ്ഞു, നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കുക, നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക. അപ്പോൾ ഈശോ എന്നാ പറഞ്ഞു? നിത്യജീവൻ പ്രാപിക്കാൻ നീ പോയി അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. എന്താണ്? 2 കാര്യങ്ങൾ. നിൻ്റെ ദൈവമായ കർത്താവിനെ പറഞ്ഞേ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കുക, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ദാറ്റ്സ് ഓക്കെ. ഉടനെ ഈശോ പറഞ്ഞു, നീ അതുപോലെ പോയി അതുപോലെ ചെയ്യുക. അപ്പോൾ പുള്ളിക്കാരന് ഒരു സംശയം വന്നു. എന്താ സംശയം? ആരാണ് എൻ്റെ അയൽക്കാരൻ? അപ്പോൾ ഈശോ ഒരു കഥ പറഞ്ഞു. ആരുടെ കഥയാണ് പറഞ്ഞത്? നല്ല ഗുഡ് സാമരിറ്റൻ്റെ കഥ പറഞ്ഞു. എന്താണ് ആ കഥ? ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോവുകയായിരുന്നു. എന്നാ സംഭവിച്ചു? കള്ളന്മാരുടെ കൈകളിൽ അകപ്പെട്ടു. കള്ളന്മാർ അയാളെ കൊള്ളയടിച്ചു, മൃതപ്രായനാക്കി, അയാളുടെ സമ്പത്ത് കൊള്ളയടിച്ചിട്ട് അയാളെ തെരുവിലേക്ക് എറിഞ്ഞു. ആ വഴി ആരാണ് വന്നത്? ഒരു പുരോഹിതൻ. പിന്നെ വന്നത് ആരാണ്? ഒരു ലേവായൻ. അവരാരും തിരിഞ്ഞു നോക്കാതെ പോയപ്പോൾ പിന്നെ ആരാ വന്നത്? സമറിയക്കാരൻ. സമറിയക്കാരൻ വന്ന് എന്നാ ചെയ്തത്? അവൻ്റെ മുറുകൾ വെച്ച് കെട്ടി അവനെ കഴുതപ്പുറത്ത് കൊണ്ടുപോയി സത്തത്തിലാക്കിയിട്ട് 2 ദിനാർ കൊടുത്തിട്ട് പറഞ്ഞു, എന്തെങ്കിലും കൂടി ചിലവാകുകയാണെങ്കിൽ ഞാൻ തിരികെ വരുമ്പോൾ തന്നോളൂ. ഇവരിൽ ആരാണ് അവൻ അയൽക്കാരനെ ചോദിക്കുമ്പോൾ എന്നാ നിയമജൻ പറയണത്? അവനെ പരിചരിച്ചവൻ. അപ്പോൾ പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യാൻ. അപ്പോൾ സൽപ്രവൃത്തികൾ ചെയ്തപ്പോഴെന്നാ സംഭവിച്ചത്? നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള മറുപടിയായിട്ടാണത് പറയണത്.
നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യം അവസാനിക്കുന്നത് എവിടെയാണ്? കാരുണ്യപ്രവൃത്തിയിലാണ്, ഇല്ലേ? ആ ചോദ്യം അവസാനിക്കുന്നത് എവിടെയാണ്? കാരുണ്യപ്രവൃത്തിയിലാണ്. ഇപ്പം കാരുണ്യപ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ ഈ നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള, നിത്യജീവന് വേണ്ടിയുള്ള സപ്പോർട്ടീവ് ആണെന്ന് കൂടി മനസ്സിലാക്കണം. പറഞ്ഞ മനസ്സിലായ? കാരുണ്യപ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴേ നിങ്ങളുടെ IELTS കല്യാണം അത് ഓർക്കരുത്. ഞാനീ ചെയ്യണ കാരുണ്യപ്രവൃത്തി, ഞാനീ ചെയ്യണ ഉടമ്പടി പ്രകാരമുള്ള പ്രേക്ഷിത പ്രവർത്തനം എൻ്റെ നിത്യജീവനെ കൂടി പരിപോഷിപ്പിക്കുന്നതാണ്. കൈ ഇടിച്ച് കർത്താണ് സല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന്. പക്ഷെ നമ്മൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമ്പോൾ ആരുടെ നാമത്തിലാണ് ചെയ്യേണ്ടത്? യേശുവിൻ്റെ നാമത്തിൽ. ഉടമ്പടി ചെയ്തിരിക്കുന്ന മക്കളും കൃപാസനത്താറയിൽ ആശ്വാസം കണ്ടെത്തുന്ന എല്ലാ മക്കളും ചെയ്യേണ്ടത് കാരുണ്യ പ്രവൃത്തി ചെയ്യുമ്പോൾ ആരുടെ പേരിൽ ചെയ്യണം? ഇൻ ഹിസ് നെയിം, കർത്താവിൻ്റെ നാമത്തിൽ. എന്താ കാര്യം? റോമ 10:13 പറയും, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. പറഞ്ഞേ, ഒന്നുകൂടി പറഞ്ഞേ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പക്ഷേ എന്നാ കാരുണ്യ പ്രവൃത്തി ചെയ്താലും എപ്പോഴും ഓർക്കേണ്ടത് എന്താണ്? ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണ്? നിത്യജീവനാണ്. നിത്യജീവൻ്റെ പ്രഖ്യാപിതമായ മാർഗം എന്താണ്? നമ്മൾ കണ്ടതാണ് 10:26 എന്താണ്? എല്ലാത്തിലുപരി ദൈവത്തെ സ്നേഹിക്കുക. അതാണ് സംഭവം. എല്ലാത്തിലുപരി ദൈവത്തെ സ്നേഹിക്കുന്നതാണ് എല്ലാ കാരുണ്യപ്രവൃത്തിയുടെയും. ഈ കാരുണ്യപ്രവൃത്തിയും എല്ലാ മാർഗമല്ലേ? അതിൻ്റെ ലക്ഷ്യം എന്താണ്? എല്ലാത്തിലുപരി ദൈവത്തെ സ്നേഹിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു കാലമാണിതല്ലേ, അല്ലേ? പ്രകൃതിയെ എവിടെ നോക്കിയാലും ചർച്ചയാണ്, പ്രകൃതിയാണ് ചർച്ച. എനിക്ക് പേടിയാണ് കർത്താവിൻ്റെ സ്ഥാനം എങ്ങാനും പ്രകൃതി അടിച്ചു മാറ്റുവാന്ന്. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം സ്രഷ്ടാവിൻ്റെ സ്ഥാനം സൃഷ്ടികൾ അടിച്ചു മാറ്റും. പിശാചിൻ്റെ നയതന്ത്ര വിജയമാണത്. സൃഷ്ടാവിൻ്റെ സ്ഥാനം ചിലപ്പോൾ സൃഷ്ടികൾ അടിച്ചു മാറ്റും. കാര്യം നമ്മുടെ ചർച്ചയെല്ലാം ഇപ്പോൾ എല്ലാ സാംസ്കാരിക മണ്ഡലങ്ങളിലും എല്ലാ ആധ്യാത്മിക മണ്ഡലങ്ങളിൽ പോലും പ്രകൃതി കർത്താവിനേക്കാൾ പ്രാധാന്യത്തോടെ പ്രകൃതി പ്രസൻറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു എന്ന് പറയുന്ന, അതുപോലെ തന്നെ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലെ ഒന്നാമത്തെ എന്താണ്? എല്ലാത്തിനുപരി സൃഷ്ടാവിനെ സ്നേഹിക്കുക. സൃഷ്ടിയെ അല്ല, എല്ലാത്തിലുപരി സൃഷ്ടാവിനെ സ്നേഹിക്കുക. അതാണ് നിത്യജീവൻ്റെ മാർഗം. ഈ നിത്യജീവൻ്റെ മാർഗങ്ങൾ ചില സമയത്ത് മോഹനമായിട്ടുള്ള കാലിക വിഷയങ്ങളെ കൊണ്ട് ചിലപ്പോൾ മറച്ചു കളയും. കാലിക വിഷയങ്ങളല്ലേ? കാലിക വിഷയം കാലത്തിൻ്റെ വിളിയായി വരുന്ന വിഷയങ്ങളാണ്. ഓരോരോ കാലത്തിനും ഓരോ വിളിയുണ്ടാവും. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് എന്നോട് ഒരുത്തൻ ചോദിച്ചു കോളേജിൽ വെച്ച്, എടാ 20-ാം നൂറ്റാണ്ട് വലിയൊരു അച്ചമ്പടിക്ക് പോവുകയാണെന്ന് ചോദിച്ചു. കാര്യം അന്നത്തെ കാലത്ത് പള്ളികളിൽ ആളില്ലായിരുന്നു. 76 കാലഘട്ടങ്ങളിലൊക്കെ എൻ്റെ പള്ളിയിലൊക്കെ രണ്ടാമത്തെ കുർബാനയ്ക്ക് 12 ആളാണ് ഉണ്ടായത്. ഞങ്ങൾ 10,000-3000 വീട്ടുകാരുള്ള ഇടവകയാണ് ഒരു കാലമായിരുന്നത്. അപ്പോൾ എന്നോട് ആ ചോദ്യം ചോദിച്ചപ്പോൾ ഞാനും തോന്നി, ഇപ്പോഴേ 11 ആളെ പള്ളിയിലുള്ളൂ. അച്ഛനായ പറഞ്ഞ കാലത്ത് 1 മാറാൻ സാധ്യതയുണ്ട്. അതാണ് വെല്ലുവിളി എന്ന് പറയുന്നത്. ഓരോ കാലം, അന്ന് പ്രൊഫസർമാർ പോലും നിരീശ്വരന്മാരായിട്ട് അറിയപ്പെടുന്നതിൽ അഭിമാനം കൊണ്ടിരുന്നൊരു കാലമാണ്. പഠിപ്പിക്കുന്ന പ്രൊഫസർമാർ പോലും തങ്ങൾ നിരീശ്വരന്മാരാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അവർക്കെന്തോ ആന്തരികമായ ഉത്കർഷമുണ്ടാകുമായിരുന്നു. ഇന്നിപ്പോൾ പ്രകൃതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലർക്കും ആന്തരികമായ ഉത്കർഷമുണ്ടാകുന്നു. സൃഷ്ടാവിനെ പ്രകൃതിയെ കൊണ്ട് ബാക്കിയെല്ലാം ആത്മരക്ഷയെ തന്നെ ഒരു സൈഡ് ലൈൻ ചെയ്യുന്ന പോലെയുള്ള ഒരു കാലഘട്ടമാണ്. ഇത് കാലത്തിൻ്റെ വിളിയായി വരണതാണ്. കാലത്തിൻ്റെ വിളിയുടെ ഉത്തരം കൊടുക്കാൻ വിശ്വാസി തയ്യാറായാൽ നമുക്ക് വരുന്നൊരു പ്രശ്നം, കാലത്തിൻ്റെ വിളികളിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഒന്ന് കുറഞ്ഞ 7:31
കാലത്തിൻ്റെ രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കുമെന്ന്. അപ്പോൾ ഇന്നത്തെ വിളി ആയിരിക്കത്തില്ല നാളത്തെ വിളി, അല്ലേ? ഇങ്ങനെ ഓരോരോ കാലത്തും ഓരോ ട്രെൻഡാണ്, പ്രവണതകളെന്ന് പറയുന്നുണ്ട്. ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ ശരീരത്തിനുള്ളവരല്ല, പിന്നെ ആർക്കുള്ളതാണ്? ആത്മാവിനുള്ളവരാണ്, കർത്താവിനുള്ളവരാണ്. അതാ റോമർ 4:2. ഇപ്പോൾ പ്രവണതകൾ ഇങ്ങനെ മാറി മാറി വരും, ട്രെൻഡുകൾ ഇങ്ങനെ മാറി മാറി വരും. പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾക്ക് മാറ്റമുണ്ടാകത്തില്ല. ട്രെൻഡുകൾ മാറും, പക്ഷേ കർത്താവിൻ്റെ വചനം, ആകാശം മാറും, ഭൂമി മാറും. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനത്തിന് കാലത്തിൻ്റെ അവസാനം വരെ not change at all. ഹല്ലേലൂയ. ചില സമയത്ത് ഞാൻ ഓർത്തു പോയിട്ടുണ്ടേ, നമ്മൾ പറഞ്ഞ കർത്താവ് നല്ല സമരക്കാരൻ്റെ കഥയില്ലേ, ഇല്ലേ? അതിൽ നല്ല അയൽക്കാരനായിട്ട് വരുന്നത് ആരാ? സമറിയക്കാരനാണ്. ദാറ്റ് മീൻസ് യഹൂദനല്ല, തിരഞ്ഞെടുക്കപ്പെട്ട ജനത അല്ല, വിജാതീയനായ മനുഷ്യനാണ്. അപ്പോൾ കർത്താവിന് ഒരു പരസ്നേഹത്തിൻ്റെ കഥ പറയാൻ അയൽ രാജ്യങ്ങളിൽ നിന്ന് വിജാതീയരെ കടമെടുക്കേണ്ടി വന്നോ? മടീസേ, നിങ്ങൾക്ക് എന്ത് തോന്നണേ? ഈശോ എന്തുകൊണ്ട് പരസ്നേഹത്തിൻ്റെ കഥ പറയാൻ ഇസ്രായേലിൽ ഒരു മോഡലില്ലായിരുന്നോ? അബ്രഹാം മുതൽ ഇസഹാക്ക് മുതൽ 10 കൽപ്പന കൊടുത്ത മോസസ് മുതൽ പ്രവാചകന്മാർ മുതൽ എസ്രാ നെഹേമിയ മുതൽ മക്കബേസ് വരെയുള്ള കാലഘട്ടങ്ങളിലൂടെ ദൈവം പ്രവാചകന്മാരിലൂടെ, ദൈവം ന്യായാധിപന്മാരിലൂടെ തൻ്റെ ഉടമ്പടിയുടെ വിശ്വസ്ത കാണിക്കാൻ വേണ്ടി ഒരു ജനതയെ ഒരുക്കിയപ്പോൾ ആ ജനതയുടെ കൂട്ടത്തിൽ പരസ്നേഹത്തിന് വേണ്ടി ദൈവത്തിന് പെറുക്കിയെടുക്കാൻ ഒരാൾ പോലും ഇല്ലായിരുന്നു. വാട്ട് യു സേ? നിങ്ങൾക്ക് എന്ത് തോന്നണം? എന്തുകൊണ്ട് കർത്താവിന് സമറിയക്കാരൻ്റെ പുറകെ പോയി? കരുണയുള്ളവരെ ഇസ്രായേൽ ഇല്ലാഞ്ഞിട്ടാണോ? ആണോ? അല്ല, കരുണയുള്ളവർ ഇസ്രായേലിൽ ആവശ്യത്തിനുണ്ട്. കർത്താവ്, നിങ്ങൾ ശ്രദ്ധിക്കണേ, അത് എന്തുകൊണ്ട് കർത്താവ് ഒരു വിജാതീയ സ്ഥലത്ത് നിന്ന് പ്രവിശ്യയിൽ നിന്ന് തൻ്റെ പരസ്നേഹത്തിൻ്റെ നിത്യജീവൻ്റെ കഥ പറയാൻ വേണ്ടി ഒരാളെ മോഡലായിട്ട് എടുക്കേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ അതിനർത്ഥം അത്തരം ആൾ ഇസ്രായേൽ ഇല്ലാത്ത കൊണ്ടാണോ? നോ, നോട്ട്, ഒരിക്കലുമല്ല. ഇസ്രായേൽ ഇതിനേക്കാൾ വലിയ പരസ്നേഹത്തിൻ്റെ പ്രവൃത്തി ഉണ്ട്. ഇപ്പം കർത്താവ് നോക്കിയിരിക്കുമ്പോൾ തന്നെ ഒരുത്തൻ്റെ പെരയും പൊളിച്ചുകൊണ്ട് ആൾക്കാർ വന്നില്ലേ? ഇല്ലേ? രണ്ട് മർക്കോസിൻ്റെ സുവിശേഷത്തിലല്ലേ, 2:3 2-ാം 3-ാം വാക്യം എന്താണ്? വാതിക്കൽ പോലും നിൽക്കാൻ ഇടം കിട്ടാതെ വന്നപ്പോൾ ഒരു തറവാത രോഗിയെ കൊണ്ടുവന്ന ആൾക്കാർ മേലോട്ട് കയറി അതിനെ തട്ടിപ്പൊക്കി ആളെ കട്ടിലോട് കൂടി താഴെ ഇറക്കിയപ്പോഴേ കർത്താവ് എന്താ പറഞ്ഞത്? അവിടെ വിശ്വാസം കണ്ട്. ഇപ്പോൾ കുറച്ച് കാരുണ്യം മാത്രമല്ല ഉള്ളത്, നല്ല തങ്കം പോലത്തെ മനുഷ്യരെ യഹൂദ സമൂഹത്തിൽ പരസ്നേഹത്തിൻ്റെ വക്താക്കളായിട്ടുണ്ട്. Then why Jesus took other person from other caste? That is our question. ശ്രുതികട ഹല്ലേലൂയ, യേശു സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടും അത് അറിയാതെ ഇരുന്ന ആൾക്കാരില്ലേ? നമ്മുടെ നടപടി പുസ്തകത്തിൽ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. അതാരാ? 9-ാം മണിക്കൂറിൽ 10 ദിവസം പ്രാർത്ഥിക്കാൻ പോയ കഥ നമ്മൾ വായിക്കും, അല്ലേ? 9-ാം മണിക്കൂറിൽ പത്രോസ് 3-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യം, നടപടി 3-ാം അധ്യായം. 9-ാം മണിക്കൂറിൽ പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോയി. അപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ ഒരു മുടന്തൻ ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവൻ പത്രോസിനെ കണ്ടപ്പോൾ കൈ നീട്ടി, ഇല്ലേ? ആ കഥ നമുക്കറിയാം. പക്ഷെ അതല്ല പ്രശ്നം. ഈ മുടന്തൻ എങ്ങനെ വന്നതാണ് അവിടെ? 3:2 നടപടി പുസ്തകം 3:2 എഴുതിയിട്ടുണ്ട്. പത്രോസ് വരുന്നതിന് 10 മിനിറ്റ് മുമ്പ് കുറേ പേര് ചുമന്നുകൊണ്ട് വന്നാണ് ഈ മനുഷ്യനെ അവിടെ വെച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? കാരുണ്യപ്രവൃത്തിയാണ് ചെയ്തിരിക്കണത്. അവനെ ചുമന്നുകൊണ്ട്, അവന് ജന്മനാ മുടന്തനാണ്, അതും കാരുണ്യ പ്രവൃത്തിയാണ്. വീട് പൊളിച്ച് കട്ടിലോട് കൂടി താഴെ ഇറക്കിയതും
കാരുണ്യ പ്രവൃത്തിയാണ്. ആ മുടന്തനെ ചുമന്നുകൊണ്ട് വന്ന് അവിടെ വെച്ചെന്ന് ഈശോ പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും കാരുണ്യ പ്രവൃത്തികളാണ്. എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്നറിയാവോ? ഇങ്ങനെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നവരുടെ ഒരു വലിയ സമൂഹമാണ് ദൈവജനമെന്ന് പറയണത്, യഹൂദ ജനത. എന്നിട്ട് എന്തുകൊണ്ട് കർത്താവ് കാരുണ്യ പ്രവൃത്തിയുടെ കഥ പറയാൻ വേണ്ടി സമറിയായി നാളെ കൊണ്ടുവന്നു? ദത്തെടുത്ത പോലെ ആയില്ലേ? എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ അദമ്യമായ നിത്യരക്ഷ ആഗ്രഹമാണ്. 1 തിമോത്തി 4 3:4, 1 തിമോത്തി 2:4 എന്താ പറയണത്? എല്ലാവരും രക്ഷപ്പെടണമെന്നും, ഒന്ന് പറഞ്ഞേ, സത്യമാർഗം സ്വീകരിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യമാർഗം സ്വീകരിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. അപ്പം വിജാതീയരും അക്രൈസ്തവരും രക്ഷപ്പെടണമെന്ന് ആരാഗ്രഹിക്കുന്നു? ദൈവം ആഗ്രഹിക്കുന്നു. അവർക്ക് വ്യവസ്ഥാപിതമായ അനുഷ്ഠാന മാർഗങ്ങളിലൂടെ രക്ഷ പ്രാപിക്കാൻ നിവൃത്തിയില്ലെന്നുണ്ടെങ്കിൽ ദേ മസ്റ്റ് ഡു, എന്ത് ചെയ്യണം? അവരെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്താൽ മതിയെന്ന്. അതല്ലേ സമറിയാക്കാൻ്റെ കഥ പറയണത്? എന്നെ ശ്രമിക്കുന്ന അക്രൈസ്തവ സഹോദരനെ ശ്രദ്ധിക്കുക. നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നിങ്ങൾ നിത്യരക്ഷയ്ക്ക് അച്ചാരം വാങ്ങിക്കുകയാണ്. കൈയടിച്ച് കർത്താവ് ശ്രദ്ധിക്കുക. ഉടമ്പടി പ്രകാരമുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഒരു സൽപ്രവർത്തികളെക്കാൾ ഉപരി അതിൻ്റെ ഗുണം എവിടെ വരണത്? അതൊരു നിത്യരക്ഷ പരിപോഷിത പ്രവർത്തനമാണത്. അതോർത്ത് വേണം ഇതൊക്കെ ചെയ്യാൻ. പറഞ്ഞ മനസ്സിലായില്ലേ? അത് നിത്യരക്ഷ, നമ്മുടെ നിത്യജീവനെ പരിപോഷിപ്പിക്കുന്ന, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി. ഈ ജീവൻ എങ്ങനെ സമൃദ്ധമായി ഉണ്ടാകും? യേശുക്രിസ്തു നാമത്തിൽ നീ സഹോദരനെ സഹിച്ചു കഴിയുമ്പോൾ, നീ അതുപോലെയുള്ള കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നീ ജീവൻ സമൃദ്ധമാക്കുകയാണ്. കൈയടിച്ച് കർത്താവ് ശ്രദ്ധിക്കുക. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്നാ പ്രശ്നം? കർത്താവിന് മുമ്പ് കാരുണ്യ പ്രവൃത്തികൾ ഉണ്ടായിരുന്നോ? ക്വസ്റ്റ്യൻ. കർത്താവിന് മുമ്പ് മനുഷ്യൻ ഇവിടെ കാരുണ്യ പ്രവൃത്തി ചെയ്തിരുന്നോ? ഉണ്ടായിരുന്നോ? ഇല്ലേ? ഉണ്ടായിരുന്നു. അതല്ലേ ഈ പറഞ്ഞത്. കർത്താവിന് മുമ്പ് കർത്താവ് ഉയർത്തുന്നതിന് മുമ്പ് ചെയ്തിട്ടുള്ള കാരുണ്യ പ്രവൃത്തിയാണല്ലോ ഈ മട്ടുപാവ് പൊളിച്ച് ആൾക്കാരെ കട്ടിലോട് കൂടി താഴെ ഇറക്കണത്. അപ്പോൾ കാരുണ്യ പ്രവൃത്തികൾ ഇവിടെ പ്രചരിപ്പിക്കാനല്ല യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതെന്ന് മനസ്സിലായില്ലേ? പറഞ്ഞാൽ മനസ്സിലായില്ലേ? കാരുണ്യ പ്രവൃത്തിയുടെ ആക്കം കൂട്ടാനല്ലേ ഇവൻ തുണിയില്ലാതെ ക്രൂശിക്കപ്പെട്ടത്. അത് മനസ്സിലാക്കണം. ഇപ്പം ചിലരുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ തോന്നും ക്രിസ്തുവിനേക്കാൾ വലിയ കാരുണ്യമാണെന്ന്. കാരുണ്യത്തിനൊക്കെയുള്ള വില ക്രിസ്തുവിൻ്റെ താഴെയേ ഉള്ളൂ. ജീസസ് മസ്റ്റ് ബി ടോക്ക് ആൻഡ് പ്രസൻറ്റ് ടു ദി വേൾഡ് ഫോർ ആസ് ദ മീൻസ് ഓഫ് ഇറ്റേണൽ ലൈഫ്. കാരുണ്യ പ്രവൃത്തി അല്ലത്. കർത്താവിന് മുമ്പ് കാരുണ്യ പ്രവൃത്തി ഉണ്ട്. ഈ ഭൂമിയിൽ കാരുണ്യ പ്രവൃത്തി എന്തോ കുറഞ്ഞു പോയിട്ടാണ് മനുഷ്യാവതാരം സംഭവിച്ചെന്നുള്ള ധാരണ ആർക്കും വേണ്ട. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് ഇവിടെ സൽപ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയല്ല. ആണോ? അല്ല. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് മനുഷ്യരിൽ കാരുണ്യ പ്രവൃത്തി കുറഞ്ഞു പോയിട്ട് അതിന് ആക്കം കൂട്ടാൻ വേണ്ടിയല്ല, അതിന് തൂക്കം വർദ്ധിപ്പിക്കാൻ വേണ്ടിയല്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് അവൻ ക്രൂശിക്കപ്പെട്ടത്? അവൻ നിത്യരക്ഷ നൽകാൻ വേണ്ടിയാണ്. നിത്യരക്ഷയെ മറച്ചു കളയുന്ന സൽപ്രവൃത്തികളുടെ പ്രചരണങ്ങൾ ആത്മാവിൻ്റെ രക്ഷയെ അട്ടിമറിക്കുന്ന പിശാചിൻ്റെ തന്ത്രമാണ്. ശ്രുതികട ഹല്ലേലൂയ. നിത്യരക്ഷയെ അട്ടിമറിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും ദൈവത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അപ്രകാരം ജനതയെ വിശ്വാസത്തിൽ നിന്ന്, ദൈവസ്നേഹത്തിൽ നിന്ന്, ദൈവശരണത്തിൽ നിന്ന്, യഥാർത്ഥ ആരാധനയിൽ നിന്ന് വിട്ടുമാറുന്ന അവസ്ഥകളിലേക്ക് ഈശോയെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥികർത്താവായ ദൈവമേ, അറ്റ് എനി കോസ്റ്റ് എന്ത് വില കൊടുത്താം യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് കൊടുക്കുവാൻ നിത്യരക്ഷാമാർഗമായി സമൂഹത്തിലെ സംരംഭമാക്കുവാൻ എന്നെ സുവിശേഷത്തിന്റെ ഉപകരണമാക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഉടമ്പടി പ്രകാരം എൻ്റെ മക്കൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ, കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമ്പോൾ
ആത്മരക്ഷാ വീണ്ടെടുപ്പ് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ആത്മരക്ഷയെ പരിപോഷിപ്പിക്കുകയും മറ്റുള്ളവരിലേക്ക് നിത്യരക്ഷാമാർഗമായി ഈശോയെ സംരഭ്യമാക്കുന്ന അപ്പോസ്തല ശുശ്രൂഷയാണ് ചെയ്യണമെന്നുള്ള ബോധ്യത്തോടു കൂടി പ്രവർത്തിക്കാൻ ശക്തിക്ക് വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കർത്താവായ ദൈവമേ, ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കാൻ, ക്രിസ്തു വഴി ദൈവം നേടിയെടുത്ത നിത്യരക്ഷാമാർഗം എല്ലാവർക്കും ലഭിക്കുവാൻ എന്നെ ഉപകരണമാക്കണമേ. കർത്താവായ ദൈവമേ, നീ ലോകത്തോട് കാണിച്ച ഏറ്റവും വലിയ കാരുണ്യം ക്രിസ്തുവിനെ നൽകിയതാണ്. ഞാനും സമൂഹത്തോട് കാണിക്കേണ്ട ഏറ്റവും വലിയ കാരുണ്യം, ആദ്യത്തെ കാരുണ്യം ക്രിസ്തുവിനെ നൽകുന്നതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സുവിശേഷ സാക്ഷിയായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വളരെ സന്തോഷമായി നിൽക്കുക. ആരിയ്ക്കണ്ടേ? നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്തിലെ അതിൻ്റെ തെളിവായിട്ടാണ് ഈ സാക്ഷ്യങ്ങളെല്ലാം നമ്മൾ കാണുന്നതും കേൾക്കുന്നതും കൈകൊണ്ട് തൊടുന്നതും. പരിശുദ്ധ സഭ ഈ ദൈവികമായ രഹസ്യം പഠിക്കാൻ, ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെടുത്തി ലോകത്തിന് നൽകാൻ ആണ് നമ്മൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണത്. ഇന്നലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ വാർഷികമായിരുന്നു. ഞാൻ ഫുൾ ടൈം സൈലൻ്റ് ആയിരുന്നു പരമാവധി. ഇന്നലെ 11 മണിക്കാണ് 2015 അമ്മ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 2014 തന്നത്, നവംബർ 24-ാം തീയതി. അതിനുശേഷം വന്നിട്ടുള്ള മാറ്റമാണ് നമ്മളിന്ന് കാണുന്ന എല്ലാ കാര്യങ്ങളും. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാനിരിക്കുന്നുവെന്ന് എൻ്റെ മനസ്സെപ്പോഴും പറയും. സമയഘടികാരവും നെഞ്ചി ചാർത്തിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ട അമ്മ എന്താണ് ലോകത്തോട് പറയാൻ ഉദ്ദേശിച്ചതെന്ന് പറയേണ്ടത് സഭയാണ്. സഭ അത് പറയാൻ, ദൈവം ആഗ്രഹിക്കുന്ന പോലെ അത് വ്യാഖ്യാനിക്കപ്പെടാൻ ആണ് നമുക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുള്ളത്. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റ് നമ്മൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണത്. നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളിലും നിങ്ങളെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന സഹായിക്കും. എവിടെ വേണമെങ്കിലും അത് നിങ്ങളുടെ മൊബൈലിൽ അടിച്ചിട്ടേക്കണം. നിങ്ങൾ ബസ്സിലിരിക്കുമ്പോഴും, നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും, ഇൻ്റർവ്യൂ ബോർഡിൻ്റെ നമ്മൾ ബാക്കിൽ പാർലറിരിക്കുമ്പോഴും മൊബൈലിൽ എടുത്തിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കണം. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ പ്രശ്നം എന്താ? മാതാവിൻ്റെ പ്രത്യക്ഷീകരണമാണ്. ഇപ്പോൾ തന്നെ ചില സാക്ഷ്യം പറഞ്ഞില്ലേ, അമ്മ എൻ്റെ മകളുടെ കൂടെ പോണേന്നൊക്കെ പറഞ്ഞില്ലേ. എന്താ കാര്യം? പ്രത്യക്ഷീകരണത്തിൻ്റെ ഇഫക്റ്റായിട്ട് എത്രയോ പേരാ അമ്മയുടെ രൂപം കണ്ടു, ബ്ലാക്ക് ഷോൾ കണ്ടു, ഇങ്ങനെ സിൽവർ ഗ്രേയുടെ ഷോ കണ്ടു. എൻ്റെ മകൻ്റെ മുതുകത്തിൽ അത് ഇഴഞ്ഞുപോയി. എൻ്റെ കൂടെ അടുക്കള വരെ അമ്മ വന്നതൊക്കെ പറയണത് എന്താ? അതൊക്കെ സത്യമായ കാര്യങ്ങളാണ്. കാര്യം ഞാൻ കണ്ട് അനുഭവിച്ചതാണ്, എനിക്കറിയാം. മറ്റുള്ളവരോട് പറഞ്ഞത് മനസ്സിലാവത്തില്ല. എന്നോട് ഞാനത് കണ്ടനുഭവിച്ച കാരണം എനിക്കറിയാം ഇതെല്ലാം 100-150% സത്യമായ കാര്യമാണ്. അമ്മയുടെ ഒരു സഞ്ചാരമുണ്ട്. ശരിക്കും ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സാന്നിധ്യം. കാര്യം ഉടമ്പടി തുടങ്ങിയപ്പോഴും മോസസിനോട് പറഞ്ഞത് ഐ വിൽ കം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ വരും. ഉടമ്പടിയിൽ അമ്മ സാന്നിധ്യം വരുന്നതിൻ്റെ പഴയ പാരമ്പര്യം അതാണ്. ഉടമ്പടി എടുക്കുന്നതിൻ്റെ കൂടെ കാര്യം ഉടമ്പടി എടുക്കുന്ന ആൾ എന്തുകൊണ്ടാണ് വചനം വായിക്കണത് അരമണിക്കൂർ? എന്തുകൊണ്ടാണ് വചനം കേൾക്കണത് ഇവിടെ വന്ന്? അതാണ് ഇവൻ അല്ലെങ്കിൽ ഇവള് ഓട്ടോമാറ്റിക്കായിട്ട് കൺവേർട്ടായിട്ട് വാഗ്ദാന പേടകമായി മാറും. വചനം ഉദരത്തിലിരിക്കുമ്പോഴാണ് അമ്മ വാഗ്ദാന പേടകമായി മാറണത്, അല്ലേ? അതുപോലെ വചനം ഹൃദയത്തിലിരിക്കുമ്പോൾ നമ്മളും വാഗ്ദാന പേടകമായി മാറുകയാണ്. അതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ മെക്കാനിസം എന്ന് പറയണത്. നമ്മൾ ഹൃദയത്തെ സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മൾ വാഗ്ദാന പേടകമായി മാറും. അപ്പോൾ ദൈവസാന്നിധ്യത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്.
അതാണ് സഞ്ചാരം എന്ന് പറയുന്നത്. ഉടമ്പടി സഞ്ചാരം അതാണ്. അപ്പോൾ എൻ്റെ മക്കളെ കറക്റ്റായിട്ട് ഉടമ്പടി പാലിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ കൗൺസിലേഴ്സിനെ വെച്ച് നിങ്ങളെ നിഷ്കർഷിക്കുന്നതിൻ്റെ കാരണം ആ ഉടമ്പടി പ്രകാരം ദൈവം നിങ്ങളുടെ കൂട്ടുപിരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ കർക്കശ്യം കാണിക്കണത്. ശ്രുതികട ഹല്ലേലൂയ. ഉടമ്പടി പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു, അത് ചെല്ലുന്ന സമയങ്ങളെ സമർപ്പിക്കുന്നു, ഉടമ്പടി ചെലുത്തുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു, അതിൻ്റെ ക്രമീകരണങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ കൃപ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്ന മക്കളിൽ അവിടെ നിയോഗങ്ങൾ അർപ്പിക്കുമ്പോൾ അഭിഷേകമായി തീരണമേ. ദൈവം കൂടെ വരുമെന്നുള്ള സംവിധാനം ഉടമ്പടിയങ്ങളെ കർത്താവെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ദൈവവും ആരാധനയും സ്തുതിയും പോഴ്ചയാണ്. നമുക്ക് പിന്നെ ദൈവം തന്ന ഒരു ഉൾക്കാഴ്ചയാണ്, എവിടെയാണ് രോഗം അവിടെ കൈവച്ച് ഈശോനാമത്തിൽ പ്രാർത്ഥിക്കാൻ. ആ സുന്ദരമായ നിമിഷമാണ് ഇപ്പോഴുള്ളത്. നിങ്ങളിപ്പോഴും ഉദര രോഗികളാണ് വയറിൽ കൈവെക്കേണ്ടത്. ഉദര രോഗികളെ വയറിൽ കൈവെക്കുക. നിങ്ങൾ ഉദര രോഗം എന്നൊക്കെ പറയുമ്പോഴേ നിങ്ങൾക്ക് കുറച്ച് സങ്കടം ഉണ്ടാകണം. നിങ്ങൾക്ക് രോഗമില്ലെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് രോഗമില്ലെന്ന് പറഞ്ഞിരിക്കരുത്. അത് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്കതില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തോട് നന്ദിയാണ് പറയേണ്ടത്. പക്ഷേ അത് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ കുറിച്ച് നിങ്ങളുടെ കണ്ണ് നിറയണം. അയ്യോ ഇത്രയും കാര്യം ഒരാളെ വീട്ടിലുള്ളെങ്കിൽ ഈ രോഗം പിടിച്ച് എങ്ങനെ എന്ത് ചെയ്യാനോ? ഒന്നും ചെയ്യാനില്ല. പണ്ടത്തെ പോലെ 10-12 ആൾക്കാരൊന്നും വീട്ടിലില്ല. ആകപ്പാടെ ഒരാളോ 1-1.5 ആളേ ഉള്ളൂ. അവർക്കൊക്കെ രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ കുടുംബം അങ്ങോട്ട് നിന്ന് പോകും. പിന്നെ ഒന്നും ചെയ്യാനില്ല. സമയത്ത് കുഞ്ഞുങ്ങൾ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കടയിൽ പോയി തിന്നും. പിന്നെ ചീത്ത പഠിത്തമൊക്കെ പഠിക്കും. പിന്നെ അമ്മയും അപ്പനും കുടുംബമൊന്നും വേണമെന്നില്ല, ഹോട്ടൽ മതി. അപ്പോൾ നിസ്സാര കാര്യം മതി ഇതൊക്കെ ചേഞ്ച് ചെയ്ത് പോകണമെങ്കിൽ. അതുകൊണ്ടാണ് ഞങ്ങളെ കുടുംബത്തിന് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിൻ്റെ കാര്യം. ഉദര രോഗികളെല്ലാം ഉദരത്തെ കൈവച്ച് നിങ്ങൾ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ഈശോയുടെ ദിവസാന്നിധ്യത്തിലാണ് നിൽക്കുന്നത് ഓർക്കണം. ഉദര രോഗികൾ ഉദരത്തിൽ കൈവെക്കുക. ഇപ്പോൾ കൈവെക്കേണ്ടത് ആരൊക്കെയാണെന്ന് അറിയാവോ? അരസസ് രോഗികൾ, അൾസർ രോഗികൾ, പിസ്റ്റുല രോഗികൾ, പ്രഷർ രോഗികൾ, കുഞ്ഞുങ്ങളില്ലാത്തവർ, ഉദരത്തിൽ സിസ്റ്റുള്ളവർ, മൂത്രം പോകാത്തവർ അല്ലെങ്കിൽ മൂത്രം വിട്ടിട്ട് പോകുന്നവർ, വെള്ളപ്പൊക്കമുള്ളവർ, രക്തവാർച്ചയുള്ളവർ, ഇങ്ങനെ പലതരത്തിലുള്ള സ്രാവരോഗക്കാരെല്ലാവരും ഉദരത്തിൽ കൈവെക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ ഈശോയുടെ നാമത്തിലെ ഉദര രോഗികൾക്കായി പ്രാർത്ഥിക്കുന്ന ഈശോ മഹോരോഗിയെ സുഖപ്പെടുത്തിയവനെ, ഈശോയുടെ നാമത്തിലെ ഉദര രോഗങ്ങള് ഈശോയുടെ നാമത്തില് സൗഖ്യമാകട്ടെ. ഉദരരോഗം മൂലം മരുന്ന് കഴിച്ച് വിഷമിക്കുന്നവര്, ഉദരരോഗ കർത്താവേ വയറ് വീർത്തു വരുന്ന അവസ്ഥകള്, കർത്താവേ ദൈവത്തിന്റെ സാന്നിധ്യം ഇപ്പോൾ തത്സമയ സൗഖ്യം നൽകണമേ. കാലങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്നവരെ ഈ നിമിഷം സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിയുടെ ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. ഇരുമുറിവില സുഖപ്പെടട്ടെ, ഇരുമുറിവില സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നെഞ്ചിന് വേദനയുള്ളവർ നെഞ്ചിൽ കൈവെക്കണം. അച്ഛൻ രോഗങ്ങളൊക്കെ പറയാം. ശ്വാസകോശ രോഗങ്ങൾ, വരിവ്, ശ്വാസം മുട്ടൽ, ആസ്മ എല്ലാം നെഞ്ചിൽ കൈവെക്കുക. ഹൃദയത്തിന് ബ്ലോക്കുള്ളവരെ, ഹൃദയത്തിന് പൾസ് കുറവുള്ളവരെ, കരളി രോഗികൾ, പ്ലീഹായുടെ രോഗമുള്ളവരെ, നെഞ്ചിൻ്റെ പൂട്ടിനാണ് കൈവെക്കേണ്ടത്. അച്ഛനോട് ചേർന്ന് പറയുക, കർത്താവായ ദൈവമേ, നിന്റെ നാമത്തിലെ എൻ്റെ നെഞ്ചിൽ ഞാൻ കൈവച്ചിരിക്കുന്ന
എൻ്റെ പാവപ്പെട്ട കൈകളെ എന്റെ പാവപ്പെട്ട കൈകളെ നിന്റെ കൈകളായി എന്റെ കൈകളായി ഞാൻ വിശ്വാസത്തിലെ ഞാൻ വിശ്വാസത്തിലെ ദൈവസ്നേഹത്തോടെ ദൈവസ്നേഹത്തോടെ പ്രഖ്യാപിക്കുന്നു. യേശുനാമത്തിലെ 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 സർവ്വരോഗങ്ങള് രോഗങ്ങളും ശ്വാസകോശ രോഗങ്ങള് യേശുനാമത്തിലെ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങളുയർത്തി സ്തുതിക്കട്ടെ. ഈശോയേ, ശ്വാസകോശ രോഗികള്, നെഞ്ചെപ്പോൾ ഇടിച്ചിടിച്ചു വരുന്ന അവസ്ഥകള്, കർത്താവേ, ശ്വാസം മുട്ടലുള്ളവര്, കർത്താവേ, ബ്ലോക്കുള്ളവരെ സമർപ്പിക്കുന്നു. ഈ നിമിഷം സൗഖ്യം നൽകണമേ. തത്സമയ സൗഖ്യം ആരാധിക്കുമ്പോൾ ഉണ്ടാകട്ടെ. വിടുതൽ, കരങ്ങളടിച്ചുകൊണ്ട് ആരാധിക്കുമ്പോൾ സൗഖ്യം, ആമേൻ. ആരാധിക്കുമ്പോൾ വിടുതൽ, ഈശോയെ സ്പർശിക്കണം. ആരാധിക്കുമ്പോൾ സൗഖ്യം. സ്പർശിക്കണമേ. ദൈവം ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിയിടും. ചേർന്ന് പാടാം. ദൈവം ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിയിടും. ശിരസ്സിൽ കൈവെക്കണം. ശിരസ്സിൽ കൈവെക്കുമ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്നുണ്ട്. മുടിക്കൊഴിച്ചിലുൾപ്പെടെ. മുടി കൊഴിയാത്തവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല, പക്ഷേ കൊഴിയുന്നവർക്ക് ഒരുപക്ഷെ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും അത്. ഈ അവയവങ്ങളുടെ മുഴുവൻ വിഷയങ്ങളെ ഈശോ തൻ്റെ മനുഷ്യാവതാര രക്ഷാകര കാലഘട്ടങ്ങളിൽ അനുസ്മരിച്ചിട്ടുണ്ട്. നീ എൻ്റെ മുടി കൊഴിഞ്ഞാൽ ഞാൻ അറിയുമെന്ന്. അത്രയും സൂക്ഷ്മതയോടെയാണ് നമ്മളെ സംരക്ഷിക്കാനുള്ളത്. ദൈവത്തിൻ്റെ സ്നേഹമനസ്സ് നമ്മൾ തിരിച്ചറിയണം. തലച്ചോറിന് അസുഖമുള്ളവർ, തലച്ചോറ് സിസ്റ്റുള്ളവർ, തലച്ചോറിന് ഞരമ്പിൽ ബ്ലോക്കായവർ, ചെവിക്ക് കേൾവിക്കുള്ളവർ, ചെവി നീറിറങ്ങി വീഴുന്നവർ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, പല്ല് കേടായവർ, മോണപ്പഴുപ്പുള്ളവർ, വായു നാറ്റമുള്ളവർ, എല്ലാവരും, മൂക്കിന് രസങ്ങൾ ഗന്ധം അറിയാൻ പറ്റാതെ വരുന്നവർ, നാക്കിന് രസം അറിയാൻ പറ്റാത്തവർ, തൈറോയ്ഡ് രോഗികൾ, ടോൺസിറ്റ് രോഗികൾ, അതുപോലെ തന്നെയുള്ള എല്ലാവിധ സ്പോണ്ടിലോസിസ് രോഗമുള്ളവർ എല്ലാവരും കഴുത്തിലും നെറ്റിയിലും കൈവെക്കട്ടെ. കഴുത്തിലും നെറ്റിയിലും കൈവെക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus, Lord Jesus, pour out your spirit. I command you, in the name of Jesus Christ, Amen. you be healed. I sign with the sign of cross, so that you never again suffer from the same disease. ശുദ്ധപരമദിവ്യകാരുണ്യത്തിന് ദൈവവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, കിഡ്നി രോഗികൾ, ക്രിയാറ്റിൻ കൂടുതലുള്ളവർ, കിഡ്നിയിൽ കല്ലുള്ളവർ, നടുവിനെ കൈവെക്കുക. ആ രോഗം ഉള്ളവർ മാത്രം മതി കേട്ടോ. പിന്നെ നടുവേദനക്കാരുണ്ട്, നടുവിൻ്റെ കശേരിക്ക് അകന്നിരിക്കുന്നവരുണ്ട്, നടുവ് വളഞ്ഞവരുണ്ട്. അവരെല്ലാവരും നടുവിനാണ് കൈവെക്കേണ്ടത്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, എല്ലാ കിഡ്നി രോഗികളെയും നിന്റെ തിരുമുറിവാർന്ന വലതുകരത്താൽ ഇപ്പോൾ സ്പർശിക്കണമേ. അമ്മയുടെ മധ്യസ്ഥതയിലെ ഈശോ നാമത്തിലെ നടുവേദനയും കിഡ്നി രോഗങ്ങളും സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. 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 കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. കർത്താവേ, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കള്, ക്രിയാറ്റിൻ കുറവുള്ളവര്, കർത്താവേ, ദുരിതം അനുഭവിക്കുന്നവര്, വിഷമത അനുഭവിക്കുന്നവര്, കർത്താവിന്റെ ശക്തി നിറയണമേ. ഡിസ്കിന് അകൽച്ചയുള്ളവർ സ്പർശിക്കണമേ. കരത്താൽ താങ്ങിയല്ലേ, തിരുരക്തത്താൽ കഴുകണമേ. ആമേൻ. തിരുക്കരത്താൽ താങ്ങിയല്ലേ, തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, ആമേൻ. 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 യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പ്രിയപ്പെട്ടവരെ, അലർജി രോഗങ്ങൾ കൃപാസനത്തിൽ ഒത്തിരിയേറെ സൗഖ്യം വരുന്ന രോഗമാണ് അലർജി രോഗം. അത് ഭയങ്കര പഴകിയ അലർജി രോഗങ്ങളൊക്കെ ഈ നവംബർ മാസത്തിന് കുറേ സാക്ഷ്യങ്ങളുണ്ടായിട്ടുണ്ട്. 20 കൊല്ലമൊക്കെ പഴക്കമുള്ള അലർജി രോഗങ്ങൾ, പൊടി, ക്ലൈമറ്റ് അലർജികൾ, അതുപോലെ തന്നെ മെറ്റൽ അലർജികൾ, അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ അലർജി രോഗങ്ങൾ, വേരിക്കോസ് രോഗങ്ങൾ,
ഒക്കെയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. പിന്നെ വാതരോഗം, പിന്നെ പ്രഷർ രോഗം, പിന്നെ എപ്പിലെപ്സി രോഗങ്ങൾ, ജനിതക വൈകല്യങ്ങൾ. അതിപ്പോൾ ജനിതക വൈകല്യം ഉണ്ട്, ചിലപ്പോൾ നിങ്ങളിവിടെ ഉണ്ടാകത്തില്ല. പക്ഷെ നിങ്ങളുടെ മക്കൾക്കോ ബന്ധുക്കൾക്കോ ഉണ്ടെങ്കിൽ ഇപ്പോഴും ഓർക്കണം നിങ്ങളത്. പിന്നെ അപസ്മാര രോഗങ്ങൾ, പിന്നെ ഉറക്കമില്ലാതെ വന്നാൽ എല്ലാം അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മറിഞ്ഞു പോകും. പിന്നെ ത്വക്ക് രോഗങ്ങൾ, വിസർപ്പ രോഗങ്ങളില്ലേ, അതുപോലെയുള്ള തൊലിയുടെ വെള്ളപ്പാണ്ട്, ചിരങ്ങ്, അതുപോലെയുള്ള രോഗങ്ങൾ. അതിപ്പോഴ് പബ്ലിക്കായിട്ടുള്ള ചരിത്രം ഉണ്ടാകും, ചിലപ്പോൾ രഹസ്യ സ്വകാര്യ ഭാഗങ്ങളിലുണ്ടാകും. അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന സമയം എൻ്റെ മക്കളെ ചിത്രയും ചെയ്താൽ മതി. ഹോൾ ബോഡി കർത്താവ് സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ സ്വസ്തികയായിട്ട് നിൽക്കണം. പറയുക, കർത്താവായ ദൈവമേ, ഞാനിങ്ങനെ കൈ പിണച്ച് എൻ്റെ ശരീരത്തെ മൊത്തം ഞാൻ പ്രാർത്ഥിക്കുന്ന ആർക്ക് വേണ്ടിയാണോ അവരുടെ ശരീരത്തെയും ഈശോ കേൾപ്പിക്കുന്ന യേശു നാമത്തിലെ വിശുദ്ധ രക്തത്താൽ രോഗസ്ഥലങ്ങളെ, രോഗകാരണങ്ങളെ കഴുകപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിലെ ഞാൻ കൽപ്പിക്കുന്ന സൗഖ്യം പ്രാപിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ, അച്ഛൻ എപ്പോഴും മനസ്സിൽ സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്ന വിഷയമാണ് സാമ്പത്തികമായ കടങ്ങൾ. മനുഷ്യൻ്റെ എല്ലാ ഊരും നഷ്ടപ്പെടുന്ന ഒരു ഏർപ്പാടാണ് അത്. പല പല കടങ്ങളുള്ളവർ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. പിന്നെ വീടില്ലാത്തവർ, ചിലപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒറ്റ അമ്മച്ചിമാർ പറയും, എനിക്ക് വീടില്ല അച്ഛാന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിക്കും, ആരൊക്കെ ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, ഒറ്റക്കൊരാളിന് എവിടുന്നെങ്കിലും ഗവൺമെൻറ് സഭയോ വീട് തരുമോ എന്ന് ചോദിക്കും. ഒറ്റക്കൊരാളിന് മക്കളുണ്ടെങ്കിൽ കിട്ടുമെന്ന് പറയും. പക്ഷേ അത് ശരിയല്ല. എന്താ കാര്യം? ഒറ്റക്കൊരാളെ, ഒരു മനുഷ്യനെ ആയാലും ജീവിക്കണ്ടേ? രാത്രിയാകുമ്പോൾ വല്ലയിടത്തും പോയി കിടക്കാൻ പറ്റുമോ? എത്ര കാലം മറ്റുള്ള വീട്ടിൽ പോയി കിടന്നുറങ്ങും? ഇല്ലേ? വീണ് പോയി കഴിഞ്ഞാൽ ആര് നോക്കും? അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നിങ്ങൾക്ക് ദുഃഖമായിട്ട് തോന്നണം, ഒരു ദുഃഖമായിട്ട് തോന്നണം. എന്നിട്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ പറയണം, കർത്താവ് എന്നെ രക്ഷപ്പെടുത്തിയ ഞാൻ പലരെയും രക്ഷപ്പെടുത്തും ഇതുപോലെ എന്ന് പറയണം. ഇങ്ങനെയുള്ള ആൾക്കാരെ കർത്താവ് എന്നെ രക്ഷപ്പെടുത്തിയ ഞാൻ ഇതുപോലെയുള്ള ഒത്തിരി പേര് രക്ഷപ്പെടുത്തിക്കൊള്ളാം. അല്ലെങ്കിൽ നീ ചിലപ്പോൾ നാളെ ലക്ഷക്കണക്കിന് രൂപ ശമ്പളവും മേടിക്കും, നീയും നിൻ്റെ ഭർത്താവും ഭാര്യയും. ഇപ്പോൾ തന്നെ 2-3 സാക്ഷ്യങ്ങൾ കേട്ട്, ഞങ്ങൾക്ക് കർത്താവ് കാറ് തന്നെന്ന് ഒന്നും പറയിപ്പിച്ചിട്ടില്ല. കാര്യം എന്നറിയാമോ? സൈക്കിൾ പോലും ഇല്ലാത്ത ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. അതാണ് സാരം. ഞങ്ങൾക്ക് കർത്താവ് കാറ് തന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാക്ഷ്യം പറയുന്നുണ്ട്. ഞാൻ പറയിപ്പിച്ചിട്ടില്ല. 2-3 സാക്ഷ്യം ആ ടൈപ്പുണ്ട്. അപ്പം എൻ്റെ ചിന്ത വന്നത് സൈക്കിളില്ലാത്ത ആൾക്കാരുണ്ടല്ലോ എന്നാണ് ചിന്ത വന്നത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, പക്ഷേ എല്ലാത്തിനും ഒരു പരിമിതികളൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നിങ്ങൾ രക്ഷപ്പെട്ട ദൈവനാമത്തെ പരസ്നേഹത്തിൽ നിങ്ങൾ മറ്റുള്ളവരെയും രക്ഷപ്പെടുത്തുമെന്ന് തീരുമാനിച്ച കാര്യങ്ങൾ കുറച്ച് എളുപ്പമാകും. വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. പിന്നെ ഒരു സെൻറ്റ് സ്ഥലമില്ലാത്തവരുണ്ട്. ഉള്ള സ്ഥലത്തിന് പട്ടയമൊന്നും കിട്ടാത്തവരുണ്ട്. ഉള്ള സ്ഥലത്ത് ജീവിക്കാൻ വേണ്ടി ഒരു ജോലി ചെയ്യാൻ പറ്റാത്തവരുണ്ട്. കാര്യം ഉണ്ടായാലും ഇല്ലെങ്കിൽ എപ്പോഴും ഹെൽത്തിലും അവിടെ ഇവിടെയൊക്കെ അയൽവാസികൾ കുറ്റം പറഞ്ഞും കംപ്ലൈൻറ്റ് കൊടുത്തും ഉള്ള ജോലി അടപ്പിച്ചിട്ട് കുഞ്ഞുങ്ങളെ പോറ്റാൻ മാർഗമില്ലാതെ ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ വ്യത്യസ്തങ്ങളായ വേദന അനുഭവിക്കുന്നവരെ
സാമ്പത്തിക മാർഗങ്ങളെല്ലാം ജോലി നഷ്ടപ്പെട്ടവരെ, തിരിച്ചു കയറാൻ പറ്റാതെ വരുന്നവരെ, കടക്കാർ, നിലനിർത്താത്ത ആൾക്കാർ, അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സാമ്പത്തിക മേഖലകളിലെ മനസ്സ് തകർന്ന് ജീവിക്കുന്നവരുടെ മേൽ ഈ ഒറ്റ പ്രാർത്ഥനയുടെ ശക്തിയാൽ അമ്മമാതാവിന്റെ മധ്യസ്ഥത്തിലെ ഈശോയുടെ കാരുണ്യം ചൊരിയട്ടെ. ആരാധനയുടെ ശക്തി അഭിഷേകം, ദിവ്യകുമാരയുടെ അഭിഷേകം കർത്താവേ അഭിഷേകമായി തീരണമേ. തത്സമയ സൗഖ്യങ്ങൾ നൽകണമേ. വിദൂരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരെ സ്പർശിക്കണമേ. ഹല്ലേലൂയ. ഓ അഭിഷേകമേ, ആമേൻ. ഓ അഭിഷേകമേ, വീശി കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. എല്ലാവരും ഓ അഭിഷേകമേ, ആമേൻ. ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. മക്കളെ, വിവാഹം ഒത്തുവരാത്തവരെ, ഈ ഉടമ്പടി എടുത്തതിന് ശേഷം 49 വയസ്സുകാർ വരെ ഉടമ്പടി എടുത്ത് കല്യാണം കഴിച്ച് സാക്ഷ്യം പറഞ്ഞിവിടെ. അതും ഈ മാസമാണ്. ഈ മാസം ഒരു വല്ലാത്ത മാസമാണ്. കാര്യം ഉടമ്പടിയോട് ബന്ധപ്പെട്ട ഒരു മാസമാണ് ഈ നവംബർ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത കാലത്ത് വരാൻ പോകുന്ന മുഴുവൻ അടയാളങ്ങളെല്ലാം ഈ മാസം കാണിക്കുന്നുണ്ട് അമ്മ. അടുത്ത കാലത്ത് വരാൻ പോകുന്ന എല്ലാ മഹാത്ഭുതങ്ങളുടെയും മിനിയേച്ചർ കാണിക്കുന്നുണ്ട്. 49 വയസ്സുകാർ കല്യാണം കഴിച്ച മാസമാണിത്. 20 വർഷമായിട്ട് മക്കളില്ലാത്തവർക്കും 14 വർഷമായിട്ട് മക്കളില്ലാത്തവർക്കും ഇരട്ടക്കുട്ടികളെ കിട്ടിയ മാസമാണിത്. അപ്പോൾ എനിക്കിതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ഒരു സാമ്പിൾ അടയാളങ്ങളാണ്. കാര്യം ഉടമ്പടിയുടെ മാസമാണിത്. ഉടമ്പടി നവംബറിലാണ് ശരിക്കും ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്തത്, 2015. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് ഒത്തിരിയേറെ പ്രതീക്ഷ അച്ഛനുണ്ട്. നിങ്ങൾ ഉടമ്പടി വിശ്വസ്തത പാലിക്കണമെന്ന് ഓർപ്പിക്കുക. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വിവാഹം താമസിക്കുന്നവർ, ജോലിയില്ലാത്തവർ, കേസിലകപ്പെട്ടിരിക്കുന്നവർ, പലതരത്തിലുള്ള കേസിലകപ്പെട്ടിരിക്കില്ല, പിന്നെ ജോലിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് കിട്ടാത്തവരുണ്ട്, ജോലിയുടെ തന്നെ രേഖകൾ കൃത്യമായിട്ട് കിട്ടാത്തവരുണ്ട്, അക്കാമ, വിസ, PR, എമിഗ്രേഷൻ, ഇങ്ങനെയുള്ള ടെക്നിക്കലായിട്ടുള്ള തടസ്സങ്ങളുള്ളവരുണ്ട്, ഈവൻ പാസ്പോർട്ട് ഓൾസോ. അങ്ങനെ ജീവിത സന്താന മാർഗമായിട്ടുള്ള രേഖാമൂലമായ കുരുക്കിൽപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ വീണ്ടെടുപ്പിനായി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. കർത്താവേ, വിസ കുരുക്കിൽ പോയിട്ടുള്ളവരെ, ഫ്രീ വിസായിൽ പോയിട്ടുള്ളവരെ, അങ്ങനെ ജീവിത വിഷയം വെക്കുന്നവരെ എല്ലാവരും ശക്തി അറിയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന മ്ലേച്ഛബന്ധങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി വിടുതലിനായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എലി, കൊതുക്, പാമ്പ്, അതുപോലെ ക്ഷുദ്രജീവികളും ശുദ്ധജന്തുക്കളും സാംക്രമിക രോഗങ്ങളും രോഗം വിട്ടു മാറാത്തവരെ, മരുന്നിൻ്റെ മണം മാറാത്ത കുടുംബങ്ങൾ, പല തകർച്ച കൊണ്ട് മനസ്സിടിഞ്ഞു പോയുടെ മേൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടാൻ വേണ്ടി എല്ലാത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit, the purifier, and the devil's power, dispel and dead of power. In the name of Jesus. Hallelujah. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ. ഇന്ന് ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് സാക്ഷ്യം കേട്ടതുപോലെ നേരത്തെ ഡേറ്റ് വെച്ചിട്ടുള്ളതാണെങ്കിലും നിനക്കത് ഇളക്കി പ്രതിഷ്ഠിക്കാൻ പറ്റും.
ഡേറ്റ് ആൻഡ് ടൈം മാതാവിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സമയം ആയില്ല എന്ന് പറയുമ്പോൾ സമയക്കടികാരവുമായി അത്താറയിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ സമയത്തിൻ്റെ അമ്മയാണ്. അമ്മയുടെ സമയത്തിനുള്ള അധികാരത്തെ ഫൂസ്ലോക രാജ്ഞിയായി മുടിതിരിപ്പിക്കപ്പെട്ടിരിക്കുന്ന അമ്മയെക്കുറിച്ച് നമ്മൾ ജപമാലയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലേ? സമയവും പ്രകൃതിയും പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കേണ്ടതാണ്. ഇക്കാലഘട്ടങ്ങളിലെ ഏറ്റവും വലിയ ദൈവ പദ്ധതിയായിട്ട് അത് തിരിച്ചറിയണം. അതുകൊണ്ട് നിൻ്റെ സമയം, നിൻ്റെ ഡേറ്റ്, നീ വിഷമിക്കുന്ന വിഷയത്തിലുള്ള ഡേറ്റ്, വിടുതലിൻ്റെ ഡേറ്റ്, അനുഗ്രഹത്തിൻ്റെ ഡേറ്റ് നീ ഫിക്സ് ചെയ്ത് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കേണ്ട സമയം. ഡേറ്റ് ഓർക്കുക. വാട്ട് ഓർ വിത്ത് ഡേറ്റ്? സ്ഥലം, അളവ്, കോടതി കേസ്, ഇൻ്റർവ്യൂ, നിൻ്റെ യാത്ര, നിൻ്റെ വീട് വെപ്പ്, കയറി താമസം, അവർ തന്നെ അടിസ്ഥാന ചിലപ്പാകൽ, നിൻ്റെ ബിസിനസ്, നിൻ്റെ എഗ്രിമെൻ്റ്, നിൻ്റെ യാത്ര, എവരി ഡേറ്റ് എല്ലാം ഓർക്കുക. പാകോടുപടി നടക്കാത്തവർ അത് ഓർക്കണം. എന്നിട്ട് അതിന് ഡേറ്റ് ഇടണം മക്കൾ. ഇപ്പോൾ ഒന്നും കാണാവുന്നില്ല, നമ്മുടെ മുമ്പിൽ ഒന്നും കാണേണ്ട കാര്യമില്ല. വിശ്വാസമുള്ളവന് അമ്മയെ മാത്രം കണ്ടാൽ മതി. അമ്മ ഈ ഡേറ്റ് അമ്മയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു, അമ്മ ഇത് ഈശോയ്ക്ക് ഏൽപ്പിക്കണം എന്ന് മനസ്സിൽ പറയണം. ഭാഷാപരത്തിൽ ശ്രദ്ധിക്കട്ടെ. ലോർഡ് ജീസസ് കർത്താവേ, മക്കൾ സമർപ്പിച്ചിട്ടുള്ള എല്ലാ ഡേറ്റുകൾ, മക്കൾ സമർപ്പിച്ചിട്ടുള്ള മുഴുവൻ ഡേറ്റുകൾ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, അമ്മ വഴി ഈശോയുടെ ഒപ്പടി ചെയ്തിട്ടുള്ളവര്, സമയ സന്ദർഭങ്ങളിൽ അധികാരമുള്ള അമ്മേ, അമ്മയുടെ ഓരോ ഡേറ്റും അഭിഷേകമാകട്ടെ. പരീക്ഷക്കാരുടെ ധ്യാനകേന്ദ്രമാണിത്. ഒത്തിരി പേര് ഇവിടുന്ന് ആളെ ദൈവം രക്ഷപ്പെടുത്തി വിട്ടത് അമ്മ. അതുകൊണ്ട് IELTS, OET, ഹാദ്, MOH, അതുപോലെ തന്നെ B1 എക്സാമിനേഷൻസ്, ഇങ്ങനെയുള്ള യോഗ്യതാ പരീക്ഷകൾ, നൈപുണ്യ പരീക്ഷകൾക്ക് വേണ്ടിയെല്ലാം പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കും. മനുഷ്യൻ ആദ്യം നിലനിൽക്കണം. നിൻ്റെ പരീക്ഷാ ഡേറ്റുകളെല്ലാം ഇപ്പോൾ ഓർക്കുക. ലോകത്തിൻ്റെ നിയമങ്ങൾ കർത്താവാണ് തിരുത്തേണ്ടതല്ലേ? നമ്മൾ ഇന്നലെ ആഘോഷിച്ച പെരുന്നാളിൻ്റെ പേരെന്താ? രാജ്യത്തെ തിരുനാൾ. അതിനർത്ഥം എന്താണ്? ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 15:26. അപ്പോൾ ലോകത്തിൻ്റെ നേതാക്കന്മാരും രാജാക്കന്മാരും ഭൂമിയിലെ രാജാക്കന്മാരും അവരുണ്ടാക്കുന്ന നിയമങ്ങളും ആർക്ക് കീഴിലാണ്? ഈശോയ്ക്ക്. അതുകൊണ്ട് നമ്മൾക്ക് അനുകൂലമായ നിയമങ്ങൾ, ഇപ്പം പ്രതികൂലമായ നിയമങ്ങളൊക്കെ തിരുത്തി എഴുതപ്പെടണം. ഇപ്പോൾ ഒരു നിയമം തിരുത്തിയില്ലേ? 21-ാം തീയതി നവംബർ 21 UK OETക്ക് ഇനി മുതൽ റൈറ്റിങ്ങിന് C കൂടി അവർ പരിഗണിക്കുന്നുണ്ട്, ഇല്ലേ? റൈറ്റിങ്ങിന് പണ്ട് B മാത്രമേ പരിഗണിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പം 21-ാം തീയതി മുതൽ C കൂടി പരിഗണിക്കാൻ തുടങ്ങി. അപ്പോൾ രാജ്യത്തെ നിയമങ്ങൾ, അപ്പോൾ ഒരു 10,000 ആൾക്കാർക്ക് കയറി പോകാൻ പറ്റും. അതുപോലെ ജനങ്ങൾക്ക് അനുകൂലമായ നിയമങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഭൂമിയിലെ രാജാക്കന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കർത്താവായ ദൈവമേ, എല്ലാ ജനതകളിലെയും ജീവിക്കാനുള്ള മാർഗം സൗകര്യമായും ലളിതമായും ലഭിക്കാൻ കട്ടിയായ നിയമങ്ങളെ അങ്ങയുടെ പാവപ്പെട്ടവർക്കായി കർത്താവേ നിന്റെ നാമത്തില് തിരുത്തപ്പെടണമേ. ഈശോ നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ്. ജീവിക്കുന്ന ദൈവം ഇതാ നിങ്ങളെ ആശീർവദിക്കുന്നു. ഈ ശുശ്രൂഷ ലൈവായി കണ്ട് പ്രാർത്ഥിക്കുന്നവരെല്ലാം അവിടെ നിയോഗങ്ങൾ സമർപ്പിക്കണം. കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിക്കട്ടെ. യേശുവേ, കർത്താവേ, മാരക രോഗങ്ങൾ സൗഖ്യപ്പെടുത്തണമേ. തീരാവ്യാധികളിൽ നിന്ന് കടക്കെണിയിൽ കഴിയുന്നവരെ, ജീവിത ഭീഷണിയിൽ കഴിയുന്നവരെ കർത്താവ് ആശീർവദിക്കുകയാണ്. ഭവനരഹിതരെ, സന്താനരഹിതരെ, കുടുംബത്തിൽ സങ്കടപ്പെട്ട് കഴിയുന്നവരെ കർത്താവ് ആശീർവദിക്കുകയാണ്. ജീവിത ദുരിതങ്ങൾ പേരുന്നവരെ കർത്താവ് നിങ്ങളെ ആശീർവദിക്കുകയാണ്. ഹല്ലേലൂയ. സോറിയാസിസ് രോഗങ്ങൾ, അലർജി രോഗങ്ങൾ ഈശോ ആശീർവദിക്കുന്നു. യേശുവേ, യേശുവേ, യേശുവേ. ശിരസ് നമിക്കാം. പരിശുദ്ധ പരമ
ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ.